والتاج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم الله عصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ മനസ്സറിഞ്ഞ എല്ലാവരും സ്വലാത്തിലാണ്. നിങ്ങളെ മുന്നിൽ ഒരു ചെറിയവനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന സ്മരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ സാധുവായ ഞാൻ പറയാനോ കേൾക്കാൻ നിങ്ങളും അർഹരല്ല. അത്രയും വലിയ വലിയ വ്യക്തിത്വമാണ്. സയ്യിദുൽ മുർസലീൻ خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين بالقاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما إلهي نجنا من كل ضيق بجاه المصطفى خير الجميع فهب لي في مدينته قرارا ورزقا ثم دفنه في البقيع يا سيدي يا رسول الله يا سيدي يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا وزكنا وطهرنا يا حبيب الله അല്ലാഹുവിന്റെ മഹത്തായ ഫളല് കൊണ്ട് നമ്മൾ ഈ സദസ്സിൽ കൂടിയത് ഒരുപക്ഷേ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയ ഏറ്റവും നല്ല മുഹൂർത്തമാവാം. അല്ലാഹു അങ്ങനെ കബൂലാക്കട്ടെ. നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ഞാൻ ചെറിയ ആളാണെങ്കിലും ഈ സദസ്സിൽ അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യമുണ്ട്. പ്രഭാതത്തിൽ
ഫജ്ർ സ്വാദിഖ് വെളിവാവുന്നതിന്റെ മുമ്പ് തന്നെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ദിക്റുകളെ കൊണ്ട് സുഹൃതങ്ങളെ കൊണ്ട് വ്യാപൃതരായി സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് പിന്നീട് ഇൽമിൽ ശുഗലാവുന്ന മുതഅല്ലിമീങ്ങൾ, ഓരോ നിമിഷവും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ തണലിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ, മാ ഉബിദല്ലാഹു മിൻ ശൈഇൻ അഫ്ളല മിൻ ത്വലബിൽ ഇൽം, ഈ ഭൂലോകത്തിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും വലിയ, ഏറ്റവും സമർപ്പിക്കപ്പെടുന്ന, ഏറ്റവും മഹത്വമുള്ള ഇബാദത്ത് അത് അല്ലാഹുവിന്റെ ദീനുമായി വ്യാപൃതരാവലാണ്. ആ ഭാഗ്യം കിട്ടിയവരാണ് മുതഅല്ലിമീങ്ങൾ. ആ മുതഅല്ലിമീങ്ങളെ മനസ്സറിഞ്ഞ് സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന നല്ലവരായ ഉപ്പമാര്, പണ്ഡിതന്മാര്, സാദാത്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഒരു വലിയ പ്രഭാഷണത്തിലേക്ക് ഞാൻ മുതിരാതെ, നമുക്കറിയാം ഇന്ന് ഈ വീട്ടുകാര്, ഒരു വീട്ടുകാരുടെ പ്രോഗ്രാം എന്നതിലുപരി ഈ നാട്ടിലെ, പരിസര നാട്ടിലെ മുഹബ്ബീങ്ങളെ ഒരുമിച്ചുകൂട്ടി ഇവിടെ ഈ മജ്ലിസ് സംഘടിപ്പിച്ചത് ഈ രാജ്യത്തിന്റെ പിതാവായ, നാമൊക്കെ ഈ കോലത്തിലും മട്ടത്തിലുമെല്ലാം ജീവിക്കാൻ കാരണക്കാരനായ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനിൽ ജിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു, ആ മഹാനെ കുറിച്ച് നമുക്ക് അല്പം മാത്രം സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തം നേടി നമുക്ക് ഈ മജ്ലിസിൽ നിന്ന് പിരിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഗായത്തുൽ ഖസ്ദി വൽ മുറാദ് ഫീ മനാഖിബിൽ ഇമാമിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഇമാം ബഅലവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശാലമായി പറയുന്ന കിതാബാണ്. ആ കിതാബിന്റെ മുഖദ്ദിമയിൽ മഹാന്മാര് പറഞ്ഞതായി കാണാം, നമ്മളിന്നിപ്പോ ഒരു സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നമ്മുടെ കഴിവിനനുസരിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രമാണെങ്കിൽ, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറയുന്നതിലും കേൾക്കുന്നതിലും അത് പ്രയോഗിക്കുന്നതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രത്യേകമായി ഇസ്തിഫാ ചെയ്ത, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് മാത്രം സെലക്ട് ചെയ്ത നല്ല മനസ്സിന്റെ ഉടമകൾക്കേ അത് സാധിക്കുകയുള്ളൂ. ഇന്ന് പ്രത്യേകിച്ചും ആദരിക്കപ്പെടുന്നതിനെ അനാദരിക്കപ്പെടുന്നു, അനാദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കുന്ന ഒരു ഖേദകരമായ ഒരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും കേൾക്കുന്നവരും കാണുന്നവരുമാണ്. സോഷ്യൽ മീഡിയ പരതി നോക്കിയാൽ സുബ്ഹാനല്ലാഹ് എടുത്തുദ്ധരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവിന്റെ ആലിമീങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ പടവാളുകളായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ ഗ്രൂപ്പ് തിരിച്ചുമല്ലാതെയും ചീത്ത പറയുന്ന, അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന ഒരു ദുഃഖ സത്യം അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. സഹോദരങ്ങളെ, മഹാന്മാര് പറഞ്ഞു, മൻ അലിമ മൻ കതബ താരീഖ വലിയില്ലാഹി, അല്ലാഹുവിന്റെ സ്വാലിഹായ ഒരു അടിമയുടെ ചരിത്രം, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ ഔലിയാക്കളുടെ മഹത്വം, അവരുടെ ശമാഇലുകൾ, അവരുടെ മനാഖിബുകൾ അതെങ്ങാനും കുറിച്ചു വെച്ചാൽ അത് സ്വന്തം മനസ്സിലോ ഒരു കടലാസിലോ അത് രേഖപ്പെടുത്തി വെക്കുന്നവൻക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വം എന്താണ്? സ്വാലിഹീങ്ങൾ പറയുന്നു, ഫകഅന്നമാ സാറഹു. ഇവിടെ ഇപ്പൊ ഞാൻ ഈ സദസ്സിൽ ചോദിക്കുകയാണെങ്കിൽ മിക്ക ആളുകളും സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനിൽ ജിശ്തി തങ്ങളുടെ ആ പവിത്രമായ ദർബാറിലേക്ക് എത്താത്തവരാണ്.
ഞാനും എത്താത്തവനാണ്. അള്ളാഹു നമുക്ക് എത്താൻ തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഒരു വലിയന്റെ ചരിത്രം മനസ്സറിഞ്ഞ് അത് വായിച്ചാൽ, അത് പഠിച്ചാൽ, അത് കുറിച്ചു വെച്ചാൽ ഫകഅന്നമാ സാറഹു, ആ വലിയനെ സന്ദർശിച്ചതിനോട് തുല്യമാണെന്ന് മഹാന്മാര് പറയുന്നു. നമ്മളാരും ഡൽഹിയിലേക്ക്, അജ്മീറിലേക്ക് എത്തിയിട്ടില്ല, എത്തണം. എന്നാൽ ഇന്ന് ഈ സദസ്സിൽ ബഹുമാനപ്പെട്ടവരുടെ മനാഖിബ് നമ്മൾ കേൾക്കുമ്പോ ഇവിടുന്ന് ട്രെയിനും കയറി അല്ലെങ്കിൽ ഫ്ലൈറ്റും കയറി ഉള്ള സൗകര്യത്തിനനുസരിച്ച് അവിടെ പോയി സിയാറത്ത് ചെയ്തു വരാൻ നമുക്ക് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എത്ര നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. എന്നാൽ ഇന്ന് ഈ ചെറിയ സദസ്സിൽ ബഹുമാനപ്പെട്ടവരുടെ ആ മദ്ഹുകൾ പാടുമ്പോൾ, പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ മഹാനവറുകളെ സിയാറത്ത് ചെയ്തതിനോട് തുല്യമാ. വമൻ സാറ വലിയൻ ലില്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്തം മേടിച്ച് ഈ ദുനിയാവിൽ ജീവിച്ച അല്ലാഹുവിന്റെ ഒരു സ്വാലിഹായ വ്യക്തിത്വത്തെ ഹയാത്ത് കാലത്തിലോ മരണാനന്തര ജീവിതത്തിലോ അവരെ സന്ദർശിച്ചാൽ ഗുഫിറത്തു ദുനൂബുഹു, ഒരുപാട് ദോഷങ്ങളെ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം, സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കി. അല്ലാഹു നമ്മളുമായുള്ള ബന്ധത്തിൽ, സ്വകാര്യ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ഖൈറ് എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ മനസ്സിൽ നിന്ന് മറുപടി പറയുക. അതേസമയം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഉസ്താദ് കാണാതെ, സ്വന്തം ഭർത്താവ് കാണാതെ, ഭാര്യ കാണാതെ, ശിഷ്യന്മാര് കാണാതെ, ഇഷ്ടജനങ്ങൾ കാണാതെ രഹസ്യമായ ജീവിതം മോശമായി പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, രഹസ്യ ജീവിതം മുഅ്മിനിന്റെ മോശമായി പോയാൽ അസഹ്യമായ പരീക്ഷണങ്ങളെ കൊണ്ട് ഈ പടപ്പുകളെ, ഈ സമുദായത്തിനെ അല്ലാഹു അസഹ്യമായ രൂപത്തിൽ പരീക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്രയും തെറ്റുകുറ്റങ്ങളെ കൊണ്ട് മലിനമായി കിടക്കുന്നവരാണ് ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന മിസ്കീന്മാരായ. പക്ഷേ ചില സുഹൃതങ്ങളെ കൊണ്ട് നമ്മുടെ ആ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുന്നു. അതിൽപ്പെട്ട ഒരു മാർഗമാണ് അള്ളാന്റെ പൊരുത്തം വിചാരിച്ച് അല്ലാഹു ഇഷ്ടപ്പെട്ട ജനങ്ങളെ സന്ദർശിക്കുക, സിയാറത്ത് ചെയ്യുക, അവരെ ആദരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിശ്തി അൽ അജ്മീരി, നമുക്കറിയാം, ചരിത്രം നോക്കിയാൽ കാണാം, ഹിജ്റ വർഷപ്രകാരം 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ്. ക്രിസ്താബ്ദ പ്രകാരം 12-ഉം 13-ഉം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. ആ ജീവിതകാലത്തെ ചരിത്രം വരുത്തിയാൽ നമുക്ക് കാണാം, സഹോദരങ്ങളെ, ഇന്ത്യയിലേക്ക് ബഹുമാനപ്പെട്ടവർ വരുന്ന സമയം ഈ നാടിന്റെ അവസ്ഥ സുബ്ഹാനല്ലാഹ്, മൃഗീയ തുല്യമായി ഈ സമുദായത്തിലെ സ്ത്രീകൾ ജീവിക്കുന്ന കാലം, മുനിഅത്ത് ഹുഖൂഖുഹുന്ന, എല്ലാവിധ അവകാശങ്ങളും അവർക്ക് കിട്ടേണ്ട സകലമാന വിഹിതങ്ങളും നശിപ്പിക്കപ്പെടുന്ന, തടയപ്പെടുന്ന, സ്ത്രീയെ കേവലം ഒരു ഉപഭോഗ വസ്തു മാത്രമായി കാണുന്ന ഒരു കാലഘട്ടം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഈ രാജ്യത്തിലേക്ക് വന്ന സാഹചര്യവും സന്ദർഭവും ചരിത്രവും പരിധി നോക്കിയാൽ കാണാം, ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന വിഭാഗം സ്ത്രീ സമുദായമാണ്. ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ 2 ഓപ്ഷനാണ് ആ പെണ്ണിന്റെ മുന്നിൽ.
ഒന്നിരിക്കൽ വിധവയായി മരണം വരെ ജീവിക്കുക. വേറൊരു കല്യാണം നോ, ഒരിക്കലും പോസിബിൾ അല്ല. ഒരിക്കലും ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നതിന്റെ അപ്പുറമാണ് വേറൊരു കല്യാണം. അതേസമയം വേണ്ടാത്ത നിലക്ക് ആ പെണ്ണിനെ പലരും ഉപയോഗിക്കുന്ന സാഹചര്യം അത് ആ പെണ്ണ് അനുഭവിക്കുകയല്ലാതെ നിർവാഹമില്ല. ഇനി അങ്ങനൊരു വേറെ കല്യാണം വേണമെന്ന് വാശി പിടിക്കുന്ന പെണ്ണാണെങ്കിൽ ഭർത്താവിന്റെ ആ ശരീരം, നമുക്കറിയാം ആ ഒരു കാലഘട്ടം ബിംബാരാധനയുടെ കാലഘട്ടമാണ്, വസനീയത്തിന്റെ യുഗമാണ്. തന്റെ ഭർത്താവ് മരിച്ചാൽ ആ പെണ്ണിന് വേറൊരു കല്യാണം ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഭർത്താവിന്റെ ശരീരം കത്തിച്ച് ചാമ്പലാക്കുമ്പോ ആ ജീവനുള്ള ശരീരം കൊണ്ടുപോയി ഭർത്താവിന്റെ ശരീരത്തിന്റെ കൂടെ അങ്ങ് കടത്തി നശിപ്പിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ലാത്ത അത്രയും ക്രൂരമായി, അത്രയും സ്ത്രീ സമുദായത്തിനെ മൃഗീയമായി ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു യുഗമാണ് ആ നൂറ്റാണ്ട് എന്ന് ചരിത്രം പറയുകയാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടാൻ, എല്ലാവർക്കും ഒരുപോലെ സമാധാനം കിട്ടാൻ, എല്ലാവർക്കും ഒരുപോലെ അവകാശം കിട്ടാൻ ഇവിടെ ഒരു കോർഡിനേറ്റർ ആയി ഒരാൾ ആവശ്യം വന്നു. നല്ലൊരു കോർഡിനേഷൻ ഇവിടെ ആവശ്യം വന്നു. പക്ഷെ ആരുമില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഈ ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ടവരുടെ പിതാവായ ബഹുമാനപ്പെട്ട സയ്യിദ് ഗിയാസുദ്ദീൻ റളിയല്ലാഹു അൻഹു, ആ ഗിയാസുദ്ദീൻ റളിയല്ലാഹു അൻഹു വഴി മുഖേന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സിൽസിലയിലൂടെ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് പരമ്പര ചെന്നെത്തുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി. ഉമ്മയുടെ പരമ്പര പരിശോധിച്ചാൽ ഹസൻ റളിയല്ലാഹു അൻഹു മുഖേനയും അല്ലാഹുവിന്റെ ഹബീബിലേക്ക് പരമ്പര എത്തുന്ന മഹാനാണ്. അങ്ങനെ ഉമ്മ ഭാഗത്തിലൂടെയും വാപ്പ ഭാഗത്തിലൂടെയും അഹ്ലു ബൈത്തിന്റെ മുത്തുമണിയായി ഈ ലോകത്തിൽ വന്ന മഹാനാ ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി റളിയല്ലാഹു അൻഹു. അതോടൊപ്പം തന്നെ ഇപ്പൊ തന്നെ എല്ലാമായല്ലോ. ഇതിനേക്കാളും വലിയ സൗഭാഗ്യം എന്താ? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലേക്കും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് എത്തിച്ചേരുന്നു. അവിടുത്തെ പിതാവ് തന്നെ മിൻ കിബാരിൽ മശായിഖി വസ്സാലിഹീന വൽ ഔലിയാ, ഹിജ്റ വർഷം 552 വഫാത്തായി പോയ മഹാനാണ് ബഹുമാനപ്പെട്ട ഗിയാസുദ്ദീൻ. അക്കാലഘട്ടത്തിൽ തന്നെ ഏത് പ്രശ്ന പരിഹാരത്തിനും വലിയ മാതൃകയായി എല്ലാവർക്കും ജാതി മത വ്യത്യാസമില്ലാതെ സമാധാനത്തിന്റെ കേന്ദ്രമായി ജീവിച്ച മഹാനാണ്. അങ്ങനത്തെ ഒരു പിതാവിന്റെ മോനായി ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി തങ്ങളി ലോകത്തിലേക്ക് വന്നപ്പോ ചെറുപ്പം മുതൽക്ക് തന്നെ പ്രായത്തിനേക്കാൾ അപ്പുറമുള്ള പക്വതയും ബുദ്ധിയും, ആരോട് എങ്ങനെ സംസാരിക്കണം, ആരോട് എങ്ങനെ പെരുമാറണം, ആരെ ഏത് വിധത്തിൽ പരിഗണിക്കണം, ആ വിഷയത്തിൽ പ്രത്യേകമായ കഴിവ് കിട്ടിയ കുട്ടിയായിരുന്നു ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവറുകളുടെ പേരിൽ തന്നെ ഒരുപാട് ബർക്കത്ത് കൊടുത്തതായി ചരിത്രം പഠിപ്പിക്കുകയാണ്. 20ഓളം സ്ഥാന പേരുകളിൽ അഖബലമുകൾ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിൽ പ്രശസ്തരായത് മഷൂറായ പേര് നമ്മളൊക്കെ വിളിക്കുന്ന സുൽത്താനുൽ ഹിന്ദ്, ഗരീബ് നവാസ്, ഇങ്ങനെയുള്ള നാമങ്ങൾ. ഗരീബ് നവാസ് എന്ന് ഒരു ഉറുദു പ്രയോഗമാണ്. അതിന്റെ അർത്ഥം എന്താണ്? നാസിറുൽ ഫുഖറാഇ വൽ മസാകീൻ വമൽജഉൽ ഫുഖറാ
ലിൽഫുഖറാഇ വൽ മസാകീൻ, എല്ലാ പാവങ്ങൾക്കും സഹായം നൽകുന്ന, എല്ലാവർക്കും അവിടുന്ന് കരകാണാത്ത കാരുണ്യത്തിന്റെ കരമായി ഈ ലോകത്തിൽ ജീവിച്ച മഹാനാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഗരീബ് നവാസ് എന്ന പേരിൽ ബഹുമാനപ്പെട്ടവര് പ്രശസ്തനായത്. അത് ഔലിയാക്കളുടെ വലിയ ഒരു സിഫത്താണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് ചോദിക്കപ്പെട്ടു, കൈഫ യുറഫുൽ ഔലിയാ, അള്ളാന്റെ സ്വാലിഹീങ്ങളാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കും. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബിലുതുഫി കലാമിഹിം, സംസാരം നല്ല സ്ഫുടമായ സ്നേഹത്തിന്റെ സംസാരമായിരിക്കും. ഒരു ഹർഫ് കൊണ്ടുപോലും ഒരാളെയും മനസ്സ് നൊമ്പരപ്പെടുത്തൂല അള്ളാന്റെ സ്വാലിഹീങ്ങൾ. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ തന്നെ ആ നന്മ ബാത്തിലായി പോകുന്നത് നമ്മുടെ സംസാരം മോശമാണ്. ആരോട് എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം നമുക്കറിയില്ല. അള്ളാഹു എല്ലാം കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ സംസാരം കേട്ടാൽ പിന്നെ ഈച്ച പോലും ആ മനുഷ്യന്റെ അടുത്തേക്ക് എത്തൂല. അത്രയും മോശപ്പെട്ട സംസാരമായിരിക്കും. സഹോദരങ്ങളെ, ഒരാളെയും സ്വന്തം വാക്കുകൊണ്ട്, വർത്താനം കൊണ്ട്, സംസാരം കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. ഒരു പടപ്പിനെയും വേദനിപ്പിക്കാൻ പാടില്ല. ഒരാളുടെയും അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരാൻ പാടില്ല. അല്ലാഹു തആല ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖ് നിഅമത്ത് ആ വ്യക്തിയുടെ അഭിമാനമാ. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരാളുടെയും അഭിമാനത്തിന് കോട്ടം വരാതെ, ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളെയും ഇൻസൾട്ട് ചെയ്യാതെ, ഒരാളെയും മനസ്സിൽ നൊമ്പരപ്പെടുത്താതെ ഈ ചുരുങ്ങിയ കാലമത്രയും ഈ ഭൂലോകത്തിൽ നമുക്ക് ജീവിച്ച് മരിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ ബിലുതുഫി കലാമിഹിം വശഫഖതി മഅ ഇബാദില്ലാഹി ജമീഅ, എല്ലാ പടപ്പുകളോടും സ്നേഹത്തിലൂടെയും വാത്സല്യത്തിലൂടെയും പെരുമാറുന്നവരാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ. ഈ അടുത്ത് ഞാൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കണ്ടു. ആരാണ് ഉവൈസുൽ ഖർനി? ഒരിക്കലും ഒരു പബ്ലിസിറ്റി ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. ചരിത്രം പറയണ ഉവൈസുൽ ഖർനി തങ്ങൾ വഫാത്തായി. ആ മഹാന്റെ ആ പവിത്രമായ ശരീരം അങ്ങ് മറവ് ചെയ്ത് മിനിറ്റുകളായിട്ടില്ല. ഫലം യജിദു ഖബറഹു ഐനൻ വലാ ഫറാ. ഉവൈസുൽ ഖർനി തങ്ങളെ ഖബർ മിനിറ്റുകളെ കൊണ്ട് അപ്രതീക്ഷിതമാവുന്നു. ആ ഖബർ കാണുന്നില്ല. കാരണം ഫഇന്നഹു അഹബ്ബൽ വഹ്ദത വൽ ഖൽവാ. എപ്പോഴും ദുആർക്കും അല്ലാഹ് ഒരാളെ മുന്നിലും എന്നെ പബ്ലിസിറ്റി ചെയ്യരുത്, എനിക്ക് ശുഹറത്ത് നൽകരുത്, മരണം വരെ എനിക്ക് ഏകനായി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു കഴിയണമെന്ന് ജീവിച്ച, ആഗ്രഹിച്ച മഹാനാണ് ഉവൈസുൽ ഖർനി. എല്ലാ ദിവസം രാത്രിയായി കഴിഞ്ഞാൽ അവിടുന്ന് കണ്ണീരൊഴിച്ചു ദുആർക്കും, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക അൽയൗമ മിൻ കുല്ലി ഖബ്ദിൻ ജാഇ. അല്ലാഹുവേ, ഈ നാട്ടുപുറങ്ങളിൽ ഒരുപാട് പൊട്ടുന്ന ഹൃദയങ്ങൾ വിശന്ന് ഇന്ന് കിടക്കുന്നവരുണ്ടാവും. ഒരു നേരത്തെ അന്നം പോലും കിട്ടാതെ കിടക്കുന്നവര് ഈ ഉവൈസ് ജീവിക്കുന്ന നാട്ടുംപുറങ്ങളിൽ ഉണ്ടാവും. അവർക്ക് കാര്യമായി എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് നാളെ നിന്റെ ആ ഭയാനകമായ കോടതിയിൽ നിന്റെ സാധുക്കളായ മിസ്കീന്മാര് ഇവിടെ വിശന്ന് കടക്കുന്ന കാരണം കൊണ്ട് ഞാനത് പരിഗണിക്കാത്ത ഒരു അടിമയാണെന്ന നിലക്ക് നാളെ നിന്റെ മഹ്ശറയിൽ എനിക്കൊരു അദാബ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് യാ അല്ലാഹ് പൊറുക്കണേ റഹ്മാനേ എന്ന് എല്ലാ ദിവസം അതാ കണ്ണീരോടെ ദുആ ചെയ്യുന്ന മഹാനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. പറഞ്ഞു വന്നത്
അത്രയും അള്ളാഹുവിന്റെ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവരുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആയിരിക്കും, സ്നേഹമായിരിക്കും, കരുണയുടെ ഹൃദയമായിരിക്കും. അല്ലാഹു തആല നമ്മുടെയൊക്കെ മനസ്സ് നന്നാക്കി തരട്ടെ. നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു ആരെക്കുറിച്ചും ഒരു വെറുപ്പും അല്ലാഹു ഇട്ട് തരാതിരിക്കട്ടെ. ഇന്ന് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു കാലഘട്ടം വരും, വതഹാബൂ ബിൽ അൽസുനി, നാവുകൊണ്ട് പരസ്പരം വലിയ സ്നേഹമാണ്, ഇഷ്ടമാണ്. എപ്പോ എവിടുന്ന് കണ്ടാലും നല്ല സംസാരമുണ്ട്, വർത്താനമുണ്ട്, എല്ലാ കുശലങ്ങൾ അന്വേഷിക്കുന്നു, പറയുന്നു. അതേസമയം ഹൃദയം കൊണ്ട് പരസ്പരം വെറുക്കുന്നവരായിരിക്കും, ഹൃദയം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വെച്ച് പുലർത്തുന്നവരായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഈ ഉമ്മത്തിൽ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരിക്കലും നമ്മളൊക്കെ ഏത് സമയത്താണ് മരിക്കുക നമുക്ക് പറയാൻ പറ്റൂലല്ലോ. നമ്മുടെ ഹൃദയം എപ്പോഴും സോഫായിരിക്കണം, നല്ല ഹൃദയം. എല്ലാവർക്കും നല്ലത് ചിന്തിച്ച് നല്ലത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാളെ പറ്റിയും മനസ്സിൽ ഒരിക്കലും ഒരു നെഗറ്റീവ് പോയിന്റ് മനസ്സിൽ വെച്ച് നടക്കരുത്. ഹൃദയത്തിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം എപ്പോഴും. മഹാന്മാരായ സ്വാലിഹീങ്ങളെ സ്നേഹിക്കൽ കൊണ്ട് ആ സ്വാലിഹീങ്ങളുടെ തിരുനോട്ടം അല്ലാഹു ആ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന വ്യക്തി ആണെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മറ്റൊരാൾക്ക് ഒരു അസൂയക്കും പ്ലാറ്റ്ഫോം ഇല്ല, ഒരു വെറുപ്പിനും ഒരിക്കലും ഇടമില്ല. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ സ്നേഹിച്ചാൽ നമുക്ക് വലിയ സന്തോഷമാ. നല്ല ഹൃദയത്തിന്റെ വ്യക്തികളായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ചെറുപ്പം മുതൽക്ക് തന്നെ എല്ലാവർക്കും ഒരു കേന്ദ്രമായി, ആശാ കേന്ദ്രമായി ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് റിയാസുദ്ദീൻ എന്ന അവിടുത്തെ പിതാവിന് 3 ആൺമക്കളാണ് ഉള്ളത്. എല്ലാവർക്കും അവനവനാന്റെ വിഹിതം കിട്ടി. അവരത് ഇപ്പാന്റെ ഉപ്പയുടെ അനന്തരം സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹുവിനെ ഉപ്പയതാ ഒരു വിശാലമായ ഒരു വളപ്പ് ബഹുമാനപ്പെട്ടവർക്ക് ഇർസായി കൊടുത്തു. അതിൽ തന്നെ ദിവസവും സമ്പാദിക്കുന്നത്, അന്നന്ന് സമ്പാദിക്കുന്നത് ആ നാട്ടിലെ ചെറുപ്പത്തിൽ, ആ സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് 10-11 വയസ്സായിരിക്കും. അപ്പോഴത്തെ ഒരു പക്വത, ഉപ്പയിൽ നിന്നും ഇർസായി കിട്ടിയ, അനന്തര സ്വത്തായി കിട്ടിയ തന്റെ ആ വിഹിതത്തിൽ നിന്ന് എല്ലാ ദിവസം ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സഹായം നൽകുന്ന, സാന്ത്വനം നൽകുന്ന, സന്തോഷം നൽകുന്ന മഹാനാണ് ഖാജാ മുഈനുദ്ദീനിൽ ജിഷ്തി അജ്മീരി. ഒരു ദിവസം അല്ലാഹുവിന്റെ വലിയൊരു തൗഫീഖ് പ്രകാരം ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൽ ഖന്ദൂസി എന്ന് പറയുന്ന മഹാൻ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് തന്റെ ആ ബുസ്താനിൽ, തന്റെ ആ വളപ്പിൽ ബഹുമാനപ്പെട്ടവർ ഖിദ്മയാണ്. അപ്പോഴതാ പെട്ടെന്ന് മജ്ദൂബായ ഒരു വലിയ സ്വാലിഹായ വ്യക്തി ബഹുമാനപ്പെട്ടവരിലേക്ക് കടന്നു വരുന്നു. വേണ്ടതുപോലെ പരിഗണിച്ചു. അജ്ലസഹു ഫീ ളില്ലി ഷജറ, ഒരു മരത്തിന്റെ താഴെ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. തന്റെ കയ്യിൽ നിന്നും അതാ ഫഅത്വാഹുൽ ഇനബ, ഒരു അല്പമതാ മുന്തിരി എടുത്തിട്ട് ആ മഹാന് കഴിക്കാൻ കൊടുത്തു. പക്ഷേ ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചില്ല. പകരം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹുവിന് അഖ്റജ മിൻ ഹഖീബത്തിഹി ഹുബൂബൻ മിൻ സിംസിമിൻ, ബഹുമാനപ്പെട്ടവർക്ക് എള്ളിൽ നിന്നും ഒരു അല്പം ധാന്യങ്ങൾ എടുത്ത് ഭക്ഷിക്കാൻ കൊടുത്തു. ആ ഭക്ഷിക്കാൻ കൊടുത്ത ധാന്യം ബഹുമാനപ്പെട്ടവരോട് ആ സമയം തന്നെ കഴിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് അത് വിഴുങ്ങിയപ്പോ അവിടുന്നതാ ബഹുമാനപ്പെട്ടവരുടെ ജീവിത ചരിത്രം തന്നെ മാറുന്നു. ഫഖറജ മിൻ ഖൽബിഹി അശ്ശഹവാതു ദുനിയവിയ,
ഭൗതികമായ മുഴുവൻ ഇച്ഛകളും ഹോബികളും അഭിലാഷകളും പൂതികളും ആ ഹൃദയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൽ ഖുന്ദൂസി റളിയല്ലാഹു അൻഹുവിന്റെ ആ ബർക്കത്തുള്ള ഒരു വിഹിതം കിട്ടിയതിന്റെ കാരണം കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിന്ന് ഭൗതികമായ താല്പര്യം മുഴുവനും പുറപ്പെട്ടു. പിന്നീട് അവിടുന്നതാ ഒരേ ഒരു ആശയാണ്, എനിക്ക് അല്ലാഹുവിന്റെ വഴിയിൽ എനിക്ക് ഇൽമു പഠിക്കണം. ഫഖറജ ഫീ ത്വലബിൽ ഇൽമി ഫീ സബീലില്ലാഹ്. ചരിത്രം ഞാൻ ചുരുക്കി പറയുകയാണ്. അങ്ങനെ ഒരു അഭിപ്രായമനുസരിച്ച് 24 വർഷം ബഹുമാനപ്പെട്ടവര് പഠനവുമായി മുഴുകി. വേറൊരു അഭിപ്രായം അനുസരിച്ച് 34 വർഷവും. നമ്മളെ മുത്തഅല്ലിമീങ്ങളൊക്കെ മനസ്സിലാക്കണം, ഇന്ന് ഏറിപ്പോയ ഒരു 7-8 വർഷം, ഇപ്പൊ അതിനേക്കാളും ഈ 6-7 വർഷം പൂർത്തിയാക്കുമ്പോ തന്നെ പഠിക്കുന്ന കുട്ടിക്കൊരു കുഴപ്പമുണ്ടാവൂല. പക്ഷേ എന്റെ ഉസ്താദ് എപ്പോഴും പറയും, ഒരു വീട്ടിൽ ഒരു മുതഅല്ലിം പഠിക്കണ്ടെങ്കിൽ ആ മുതഅല്ലിമിന്റെ ഭാവിയെ മോശമാക്കാൻ അടുത്ത ബന്ധങ്ങൾ, അമ്മാവന്മാരും എളാപ്പമാരും മുത്താപ്പമാരും അങ്ങനെയുള്ള ബന്ധങ്ങളാണ്. ഇനി പകുതി എപ്പോഴെങ്കിലുമൊക്കെ പഠിച്ച് മുറിമൊയിലേരായി നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. സുബ്ഹാനല്ലാഹ്, എത്രയായി മോനെ? 3 വർഷം. 3 വർഷമായിട്ട് ഇതുവരെ ഇത്ര ഓതിയിട്ടുള്ളൂ, അത്ര ഓതിയിട്ടുള്ളൂ. ഈ കുട്ടിയുടെ ഖൽബ് പിന്നെ വസ്വാസാക്കി. ആ കുട്ടിയുടെ ഹൃദയത്തിന് പിന്നെ ഇതിൽ നിന്നുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. സഹോദരങ്ങളെ, ഒരു മുതഅല്ലിമിനെ കേടുവരുത്താൻ പാടില്ല നമ്മൾ. കാരണം ഒരു കുട്ടി ഇൽമിന്റെ വഴിയിൽ പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പോയ കുട്ടികളെ നശിപ്പിക്കരുത് സഹോദരാ. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ശാപമായിരിക്കും അള്ളാന്റെ വഴിയിലേക്ക് പുറപ്പെട്ട ഒരു മുതഅല്ലിമിനെ ആ മുതഅല്ലിമിന്റെ പഠനമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ അത് കാരണം ആ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ഷർറുണ്ടായാലും അതിന് നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടത് നീയായിരിക്കും. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്കും നാഫിയായ ഇൽമു നൽകണേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. ഇൽമിന്റെ വഴിയിൽ ഞങ്ങളെ സഹായിച്ചവരൊക്കെ നീ സ്നേഹിക്കണേ റഹ്മാനേ. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ റളിയല്ലാഹു അൻഹു ആ വന്ന മഹാനിൽ നിന്ന് പ്രത്യേകം ദ്വാർപ്പിക്കുകയും ആശീർവാദം വെടിക്കുകയും അത് മുഖേന ബഹുമാനപ്പെട്ടവർ വലിയ സ്ഥാനത്തിലേക്ക് എത്തുകയും അങ്ങനെ ആദ്യമായി ഇൽമിന്റെ വഴിയിൽ പുറപ്പെട്ടപ്പോ സമർക്കന്ദിലും ബുഖാറയിലും ഒരുപാട് വർഷം ബഹുമാനപ്പെട്ടവർ ഇൽമുമായി മുഴുകി. ആ വർഷത്തിന്റെ കാലയളവ് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് പഠനത്തിൽ നിന്ന് വിരമിച്ചപ്പോ എനിക്കൊരു ആത്മീയമായ ജേതാവ് വേണം, എനിക്കൊരു ആത്മീയമായ നേതാവ് വേണം, എന്നെ കൈപ്പിടിച്ചുയർത്താൻ എനിക്കൊരു വ്യക്തി വേണം എന്ന നിലക്ക് തനിക്ക് ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാരുടെ പൊരുത്തത്തോടെ ബഹുമാനപ്പെട്ടവര് അതാ അതിനു വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ ഹാർവൻ എന്ന് പറയുന്ന ഇറാനിലെ ഒരു സ്ഥലത്തിലെത്തുകയും ബഹുമാനപ്പെട്ട ശൈഖ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു ആ മഹാനങ്ങ് മുറുകെ പിടിച്ചു. അതിൻ്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഇടവരുന്നത്. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. 2 തവണയാണ് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുമായിട്ടുള്ള മുലാഖാത്തിന് അവസരം കിട്ടിയത്. ഒന്നാമത്തെ തവണ കണ്ടപ്പോ ആ സുഹബത്ത് 5 മാസവും 7 ദിവസവും അൽഹംദുലില്ലാഹ് ഗൗസുൽ ആലമിനെ മുറുകെ പിടിച്ച് ഓരോ സെക്കൻഡിലും ബഹുമാനപ്പെട്ടവരുടെ ഖിദ്മത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു ജീവിക്കുകയാണ്. അതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ അൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ 20 വർഷം ബഹുമാനപ്പെട്ടവരുടെ ഖിദ്മത്തിൽ മാത്രം മുഴുകി ജീവിച്ചു. വകാന മുആമലതുഹു മാ ശൈഖിഹി ഫി ഹാദിഹിൽ അസ്ഫാരി
الأعذار كلها. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യത്തിൽ 20 വർഷത്തോളം ജീവിക്കുന്നതോടൊപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തു. ഓരോ യാത്രയിലും കഠിനമായ പരീക്ഷണമാണ്. ആ പരീക്ഷണം എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ മാരിഫത്ത് ഈ നിഷ്കളങ്ക ഹൃദയത്തിൽ വേണ്ടതുപോലെ കുത്തിവെക്കാനായിരുന്നു. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ മുഴുവൻ സമയത്തും എൻ്റെ ഉസ്താദിന് ഖിദ്മത്തു. ഉസ്താദിന്റെ ചെരുപ്പ് പിടിച്ചിട്ടും വസ്ത്രം പിടിച്ചിട്ടും വസ്ത്രം അലക്കി കൊടുത്തിട്ടും ഉസ്താദിന് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തിട്ടും ഉസ്താദിന്റെ ജീവിതത്തിൽ ആവശ്യമായ മുഴുവൻ ഖിദ്മകളും ഈ 20 വർഷം വരെ അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് നേടിയോ മുഴുവനും എൻ്റെ ഉസ്താദിന് ചെയ്തു കൊടുക്കുന്ന ഖിദ്മ കാരണമാണ്. മുതഅല്ലിമീങ്ങൾ ഉസ്താദുമാർക്ക് ഖിദ്മടുക്കും. പഠനകാലത്തിൽ ഉസ്താദുമാർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കും, വെള്ളം പാകം ചെയ്തു കൊടുക്കും, വസ്ത്രമലക്കി കൊടുക്കും. ഇതെല്ലാം പൂർവീകർ പഠിപ്പിച്ചതാണ്. ഇതിലൂടെ ആ കുട്ടിക്ക് കിട്ടുന്നത് വലിയ തൗഫീഖാണ്. ഞാൻ ഈ അടുത്ത് അലനല്ലൂരിലെ കഴിഞ്ഞ 2 വർഷമുള്ള അബ്ദുള്ള ഉസ്താദ് മരണപ്പെട്ടല്ലോ. ആ ഉസ്താദിന്റെ പൊന്നുമോന് പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ഉസ്താദ്, ആ പ്രിയപ്പെട്ട മുതഅല്ലിമിന്റെ ജീവിതം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ബുഖാരി ദഅവാ കോളേജിൽ പഠിക്കുന്ന മുതഅല്ലിം മരിക്കുന്ന തലേ ദിവസം പോലും അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് ഓശാരമായി ഖിദ്മ ചെയ്ത കുട്ടിയാണ്. സുബഹിക്ക് എണീക്കുന്നതിന്റെ മുമ്പായി ആ കുട്ടിയുടെ ശറഫാക്കപ്പെട്ട ശരീരം ചലനമറ്റ് കിടക്കുന്ന സമയത്ത് അതാ സഹപാഠികൾ പരിശോധിച്ചു നോക്കുമ്പോ ആ മുതഅല്ലിം അങ്ങ് മരണപ്പെട്ടു പോയിരിക്കുന്നു. അല്ലാഹു ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ, അല്ലാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. മുതഅല്ലിമീങ്ങളെ, ഉസ്താദുമാർക്ക് എടുക്കുന്ന ഖിദ്മ, റബ്ബിന്റെ പൊരുത്തം വിചാരിച്ചെടുക്കുന്ന ഖിദ്മ, ആ ഖിദ്മയിലൂടെ അല്ലാഹു കൊടുക്കുന്ന സൗഭാഗ്യം ചില്ലറയല്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് പറഞ്ഞു, മാനാല അഹദുൻ മാനാല ഇല്ലാ ബിൽ ഖിദ്മ. ആർക്ക് എന്ത് സൗഭാഗ്യം കിട്ടുന്നുണ്ടോ, ആർക്ക് എന്ത് അനുഗ്രഹം കിട്ടിയാലും അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന സേവനം കൊണ്ടാണ്, സാന്ത്വന പ്രവർത്തനങ്ങളെ കൊണ്ടാണ്, ചാരിറ്റി പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. നമ്മുടെ കരം കൊണ്ട് ഒരാളുടെയും കണ്ണീരൊപ്പാൻ നമുക്ക് സാധിച്ചാൽ, ഒരു മനസ്സിനെയും സമാധാനിപ്പിക്കാൻ സാധിച്ചാൽ, ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുന്നു. സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവനും എൻ്റെ ശൈഖായ ഉസ്മാൻ അൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനെ മനസ്സറിഞ്ഞ് ഞാൻ 20 വർഷം വരെ നാട്ടിലും യാത്രയിലും എല്ലാ ഘട്ടത്തിലും എൻ്റെ ശൈഖിന് ഞാൻ സേവനം ചെയ്തു, ഖിദ്മത്തു. അൽഹംദുലില്ലാഹ്. ആ ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ടവരെ അല്ലാഹു വാനോളം ഉയർത്തി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹാദർ റജുല സയകൂനു സ്വാലിഹൻ മിൻ ഇബാദില്ലാഹ് വയദ്ഖുലു ബിസബബിഹി കസീറുൻ മിനൻ നാസ് ഇലൽ മൻസിലിൽ മഖ്സൂദ്. ഒരുപാട് ആളുകൾ ഈ തിരുകരങ്ങളാൽ അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട വഴിയിലേക്ക് വരുമെന്ന് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു അടുത്ത ജീവിതകാലത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സുൽത്താനുൽ ഹിന്ദിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താ? 1 കോടിക്ക് 10 ലക്ഷം കുറവ് 90 ലക്ഷം ആളുകൾ ആ മഹാനെ കൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, ഹിദായത്തിലേക്ക് കടന്നു വന്നു. നമ്മൾ ഇത്രയും കാലം ജീവിച്ചു. ഞാൻ കാരണം ഒരാളെങ്കിലും ഒരു നന്മ ചെയ്യുക പോയിട്ട് ചിന്തിക്കാൻ പോലും ഇടവന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ 0 ആണ് നമ്മുടെ റിസൾട്ട്. സഹോദരങ്ങളെ, നമ്മൾ കാരണം എന്തെങ്കിലും ഒരു നന്മ ഒരാൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന വിധത്തിൽ അത്രയും
നല്ല ജീവിതം, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വേഷവിധാനം, നമ്മുടെ എല്ലാം ഒന്നുമില്ലെങ്കിൽ ഇവനൊരു വിശ്വാസിയാണെന്നൊരു അടയാളമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു വിശ്വാസിയാണെന്നൊരു ചെറിയ അടയാളെങ്കിലും. നമ്മളെ കാരണം കൊണ്ട് ഒരാളും നിസ്കരിക്കണമെന്നില്ല, ഒരു 100 സ്വലാത്ത് ചൊല്ലണമെന്നില്ല, ഒരു ദിക്ർ ചൊല്ലണമെന്നില്ല, ഒന്നും വേണ്ട. ചുരുങ്ങിയത് ഈ കോലം കണ്ടാൽ ഒരു സലാം പറയപ്പെടാൻ അർഹനാണെന്ന് തോന്നിപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള ജീവിതമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകൾ നമ്മൾ പ്രാക്ടിക്കലാക്കണം. തലമറക്കേണ്ടടുത്ത് തലമറക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോ ആ മുഖത്തിൽ അല്ലാഹു ഈമാനികമായ പ്രകാശം കൊടുത്ത് അലങ്കരിക്കുമെന്ന് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ പറയാണ്. ഈ വിശുദ്ധമായ റജബ് മാസം പരിശുദ്ധ നിസ്കാരത്തിന്റെ വാർഷിക മാസമാണെന്ന് നമുക്കറിയാം. ഒരു കച്ചവടത്തിന്റെ പേരിലോ, ഒരു യാത്രയുടെ പേരിലോ, ഒരു രോഗത്തിന്റെ പേരിലോ, ഒരു ക്ഷീണത്തിന്റെ പേരിലോ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ബുദ്ധി നിലനിൽക്കുന്ന കാലം വരെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഒഴിവാക്കാൻ ഒരു എക്സ്ക്യൂസും ഇസ്ലാമിലില്ല. നമ്മൾ തീരുമാനമെടുക്കുക, അല്ലാഹുവേ കഴിഞ്ഞുപോയ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു പോയാലും ഈ മജ്‌ലിസിൽ നമ്മൾ ഓരോരുത്തരും ഒരു തീരുമാനമെടുക്കുക. സുൽത്താനുൽ ഹിന്ദിനെ പരാമർശിച്ച മജ്‌ലിസാണ്, ബഹുമാനപ്പെട്ടവരെ വാനോളം പുകഴ്ത്തിയ മജ്‌ലിസാണ്. 90 ലക്ഷം ജനമനസ്സുകൾ അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വരാൻ കാരണക്കാരനായ ആ സുൽത്താനുൽ ഹിന്ദിനെ പരാമർശിച്ച മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കഴിഞ്ഞുപോയ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റം നീ പൊറുക്കണേ അല്ലാ, നീ മാഫാക്കി തരണേ അല്ലാ, നീ നന്നാക്കി തരണേ അല്ലാ. ഖബർ കണ്ടാൽ വലിയ പേടിയാണ്. ബഹുമാനപ്പെട്ടവരുടെ 1-2 കാര്യം മാത്രമേ ഞാൻ പറയണു. ഇന്നഹു കാന ഖായിഫൻ ശദീദൻ ബിറുയത്തിൽ ഖബരി. ഖബർ കണ്ട ഭയങ്കര പേടിയാ. ഖബറിലോടത്തേക്ക് ബഹുമാനപ്പെട്ടവർ പോവൂല. അങ്ങനെ എപ്പോ എവിടെ ചാൻസ് കിട്ടിയാലും ഒരു 2 വാക്ക് ഉപദേശിക്കാൻ കിട്ടിയാൽ ആദ്യമായി സുൽത്താനുൽ ഹിന്ദ് ഉപദേശിക്കുന്നത് യാ അയ്യുഹന്നാസ് ലൗ തഅലമൂന ശൈഅൻ മിൻ അഹ്വാലി അഹ്ലിൽ ഖുബൂർ. മുഅ്മിനീങ്ങളെ, ഖബറിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അതെങ്ങാനും നിങ്ങൾക്ക് അനുഭവിച്ച് മനസ്സിലാക്കാനുള്ള കഴിവെങ്ങാനും അല്ലാഹു കൊടുത്താൽ ലദുബുതും കമാ യദുബുൽ മിൽഹു ഫിൽ മാ. അതേ വെള്ളത്തിൽ ഉപ്പ് ഇട്ടാൽ ആ ഉപ്പ് ഉരുകി പോകുന്നത് പോലെ നിങ്ങൾ ഖബറിന്റെ അവസ്ഥകളെങ്ങാനും കാണാനും മനസ്സിലാക്കാനും സാധിച്ചാൽ നിങ്ങൾ ഉരുകിപ്പോകും മക്കളെ. എപ്പോഴും അവിടുന്ന് ഉപദേശിക്കുന്ന ഒരു ഉപദേശമാവുന്നു, സുൽത്താനുൽ ഹിന്ദിന്റെ ഉപദേശമാണ്. ഖബർ കണ്ടാൽ വലിയ പേടിയുള്ള മഹാനായിരുന്നു. ഇന്ന് നമ്മൾ എത്ര മരണ വാർത്തകൾ കാണുന്നു, ഇന്ന് നമ്മൾ എത്ര മരണങ്ങളുടെ രൂപങ്ങൾ കാണുന്നു. ഇന്നാലില്ല. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് വീരമംഗലം എന്ന പ്രദേശത്ത് വിനീതനായ ഞാനടക്കമുള്ള 100 കണക്കിൽ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന പ്രൗഢമായൊരു ദർസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ അഭിമന്യരായ ഉസ്താദിന്റെ അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അവിടെ അതാ ഒരു സഹോദരൻ വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി തന്റെ ഭാര്യയിൽ നിന്നുള്ള ഖിദ്മകളൊക്കെ സ്വീകരിച്ച് ജുമുഅക്ക് വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻക്ക് വേണ്ട എല്ലാ ഖിദ്മകൾ ചെയ്തു കൊടുത്തു. ജുമുഅക്ക് വരുന്നതിന്റെ മുമ്പ് തന്റെ കൈ കൊണ്ട് കഞ്ഞി വിളമ്പി കൊടുത്തു. തന്റെ ഭർത്താവിന് ജുമുഅയിലേക്ക് നല്ല പുതുമാരനെ പോലെ പോവാൻ ആവശ്യമായ വിധത്തിൽ ഡ്രസ്സെല്ലാം തേച്ചു കൊടുത്തു. എല്ലാ ഖിദ്മകൾ ചെയ്തു കൊടുത്ത പ്രിയപ്പെട്ട ഭാര്യ തിരിച്ച് വീട്ടിലേക്ക് ഭർത്താവ് ജുമുഅ കഴിഞ്ഞ് എത്തുമ്പോ
ആ പെണ്ണ് മരണപ്പെട്ടിരിക്കുന്നു. 3 ആഴ്ച മുമ്പ് വീരമംഗലത്ത് നടന്ന സംഭവമാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ ഞങ്ങൾ കാണുന്നു, അറിയുന്നു സഹോദരങ്ങളെ. ഇപ്പോഴും നമുക്കൊരു പേടിയില്ലല്ലോ, ഒരു ബേജാറില്ലല്ലോ. നമ്മുടെ പേടിയും ബേജാറും ദുനിയാവിന് വേണ്ടി മാത്രം നിലനിന്നു പോയി, ദുനിയാവിൽ മാത്രം ക്ലിപ്തമായി പോയി. അല്ലാ, 2-3 വർഷം മുമ്പ് എന്റെ പേര് പൗരത്വ പട്ടികയിൽ വരുമോ ഇല്ലേ എന്നൊരു ചർച്ച ഈ രാജ്യത്ത് നടന്നപ്പോ എത്രയാണ് നമ്മൾ സമരം നടത്തിയത്, നമ്മൾ എത്ര വരിയിൽ ക്യൂ നിന്ന് പോയി. കാരണം നമുക്ക് പേടിയായി പോയി, ഈ രാജ്യത്തിലുള്ള അവകാശം നമുക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി വന്നു പോയി. അതേ സമയം അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, കളവ് സ്പർശിക്കാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്, സ്നേഹത്തിന്റെ കടലായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്, ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ ഉമ്മത്തേ, ഈ ദുനിയാവിൽ റബ്ബിനെ പേടിച്ച് ജീവിച്ചോ. മരണമാവുന്ന സത്യം നിന്റെ മുന്നിലുണ്ട് മോനെ. ആ മരണം വന്നു കഴിഞ്ഞാൽ നിന്റെ സമ്പത്തോ ആരോഗ്യമോ കുടുംബമഹിമയോ രാഷ്ട്രീയ സ്വാധീനമോ ഒന്നും വില പോവില്ല മോനെ. പച്ചയായ മണ്ണിൽ നമ്മുടെ ശരീരം നാട്ടപ്പെടുന്ന, കുത്തിവെക്കപ്പെടുന്ന, അതേ മറവ് ചെയ്യപ്പെടുന്ന ഘട്ടം വന്നാൽ മുതലാളിയും പണ്ഡിതനും പാമരനും ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ആണും പെണ്ണും എല്ലാവരും സമമാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ ഖബറിനെ പ്രകാശിപ്പിച്ച് തരണേ റഹ്മാനെ. എപ്പോ മരിക്കേണ്ടി വന്നാലും നിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹിനെ കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ലതിനോട് ഞങ്ങളെ മനസ്സടുപ്പിച്ച് തരണേ റഹ്മാനെ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സമയം വരേക്കും ഈ മജ്‌ലിസിലിരുന്നപ്പോ ക്ഷീണമായി പോയി. എപ്പോഴാ ഇതൊന്ന് നിന്ന് കിട്ടുക എന്ന് തോന്നൽ വന്നു പോയി. അല്ലാഹുവേ, ഞങ്ങൾ ദുർബലരാണല്ലോ. ഇത് ഞങ്ങളെ ജീവിതത്തിലെ അവസാനത്തെ മജ്‌ലിസാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ ആയുസ്സിൽ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ശൈഖ് അൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആദ്യമായ ഒരു യാത്ര സുൽത്താനുൽ ഹിന്ദ് ചെയ്യുന്നത് വിശുദ്ധമായ മക്കയുടെ ഹറമിലേക്കാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായൊരു യാത്ര തന്റെ ഉസ്താദിന്റെ കൂടെ, അത് വിശുദ്ധമായ കഅബാലയത്തിലേക്ക്. ആ പൊന്നാര ഉസ്താദിന്റെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് പ്രിയനായ ശിഷ്യൻക്ക് വേണ്ടി അതാ ഫദആ തഹ്ത മീസാബിൽ കഅബ, കഅബയുടെ മീസാബിന്റെ താഴെ വെച്ചുകൊണ്ട് സുൽത്താനുൽ ഹിന്ദിന് വേണ്ടി ഉസ്താദ് അവിടുന്ന് മനസ്സറിഞ്ഞു ദുആ ചെയ്തപ്പോ ഫനൂദിയ, കഅബയുടെ അന്തർഭാഗത്തിൽ നിന്നൊരു ശബ്ദം വരുന്നു. ഖബിൽനാ മുഈനുദ്ദീൻ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, ഇവിടുന്ന് കിട്ടേണ്ടത് നമുക്ക് കിട്ടി. ഇനി അള്ളാന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന റൗദയിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ ഉസ്താദിന്റെ കൂടെ വിശുദ്ധ മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പോയി. അള്ളാന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട മദീനയുടെ അടുത്തെത്തിയപ്പോ ആ പച്ചക്കുബ്ബ കണ്ടു നിൽക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖ് ഹാറൂനി ശിഷ്യനായ ഉസ്താദിനോട് പറഞ്ഞു, മോനെ ഫസല്ലിം അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ഒരു സലാം മനസ്സറിഞ്ഞ് പറയൂ. അവിടുന്ന് ദാ സലാം പറയുന്നു. ഹുജ്റത്തു ശരീഫയുടെ അകത്തിൽ നിന്നൊരു ശബ്ദം വരുന്നു, വഅലൈക്കുമുസ്സലാം.
വഅലൈക്കുമുസ്സലാം യാ സയ്യിദ മശായിഖിൽ ബർരി വൽ ബഹരി. കടലിലും കരയിലും ജീവിക്കുന്ന മുഴുവൻ സുഹൃതങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കിയ സ്വാലിഹീങ്ങളെ നേതാവേ വഅലൈക്കുമുസ്സലാം. അല്ലാഹുവിന്റെ ഹബീബ് ഹുജ്റത്തു ശരീഫയിൽ നിന്ന് അതാ ബഹുമാനപ്പെട്ടവർക്ക് സലാം പറയുന്നു. അങ്ങനെ ഉസ്താദിന്റെ ആ ശിക്ഷണത്തിലും തർബിയത്തിലും തസ്കിയത്തിലും ജീവിച്ചു. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനമായി 70 വർഷം വരെ ബഹുമാനപ്പെട്ടവരുടെ ജീവിത ചരിത്രം നോക്കിയാൽ കാണാം. രാത്രി ഉറങ്ങാത്ത മഹാനാ. രാത്രി ഇശാ നിസ്കരിക്കാൻ എടുക്കുന്ന വുളൂ കൊണ്ട് സുബഹി നിസ്കരിക്കുന്ന മഹാനാണ് സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു. അവസാന ഘട്ടത്തിൽ അതാ ഇബാദത്തിലും ഫിക്റിലും നദറിലും അല്ലാ 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 എന്ന ചിന്തയിൽ മാത്രം മുഴുകി ഖാദിമീങ്ങൾക്ക് പോലും തന്റെ റൂമിൽ പ്രവേശനമില്ലാത്ത വിധത്തിൽ അല്ലാഹുവിനെ ഏകാന്തതയിൽ ജീവിച്ച മഹാനായ സുൽത്താനുൽ ഹിന്ദ് അവസാന ദിവസം പറഞ്ഞു, ഒരു റജബ് 16-ന്റെ തലേ ദിവസം, 16 17 ബഹുമാനപ്പെട്ടവർ വഫാത്തായത് റജബ് 16-ലാണ്. റജബ് 16-ന്റെ രാവിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് വരെ എന്റെ റൂമിലേക്ക് വരാൻ പാടില്ല. ശിഷ്യന്മാരൊക്കെ വിചാരിച്ചു ഉസ്താദ് ഫുള്ള് അല്ലാഹുവിന്റെ ഇബാദത്തിലായിരിക്കും, ശല്യം ചെയ്യേണ്ട. സുബഹി ബാങ്ക് കൊടുത്തിട്ടും പിന്നെയും ബഹുമാനപ്പെട്ട ഉസ്താദ് കതവ് തുറക്കാത്തത് കണ്ടപ്പോ ശിഷ്യന്മാര് ബലം പ്രയോഗിച്ച് ആ റൂമിന്റെ ഡോറങ്ങ് അതാ തുറന്നു നോക്കിയപ്പോ സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോയിരിക്കുന്നു. നെറ്റിച്ചടത്തിൽ നല്ല തങ്കലിപി കാണപ്പെടുന്നു. മാത്ത ഹബീബുല്ലാഹ് ഫീ ഹുബ്ബില്ലാഹ്. അല്ലാഹുവിന്റെ സ്നേഹത്തിലും ഇഷ്ടത്തിലും തൃപ്തിയിലും ജീവിച്ച ആള് അല്ലാഹുവിന്റെ തൃപ്തിയിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നർത്ഥമുള്ള ഒരു വരി ബഹുമാനപ്പെട്ടവരുടെ ശറഫാക്കപ്പെട്ട നെറ്റിച്ചടത്തിൽ മാത്ത ഹബീബുല്ലാഹ് ഫീ ഹുബ്ബില്ലാഹ്. ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. അല്ലാഹുവോടത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ സുൽത്താനുൽ ഹിന്ദിന്റെ ആ അഹ്ലു ബൈത്ത് എന്ന കുടുംബ പരമ്പരയിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. വലിയ വലിയ ആലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്. അവരെ സ്നേഹിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ ഉമറാക്കളുണ്ട്, ഉപ്പമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. റബ്ബേ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനെ. ഇത് ഈ രൂപത്തിൽ സംഘടിപ്പിക്കാൻ എൻ്റെ ആത്മീയ ജ്യേഷ്ഠ സഹോദരൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മീയ ആളാഭ ബഹുമാനപ്പെട്ട ഷൗക്കാക്കു പൂതാരി, അല്ലാഹുവേ, ഇതിനു വേണ്ടി ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ആലോചിക്കുന്നു, ചിന്തിക്കുന്നു. എന്തെല്ലാം ചലനങ്ങൾ ഈ മജ്ലിസിന് വേണ്ടി എവിടുന്നുണ്ടായോ. സുൽത്താനുൽ ഹിന്ദിന്റെ പൊരുത്തം കിട്ടാൻ അത് വലിയ വസീലയായി ഈ സദസ്സിൽ കൂടിയ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ റഹ്മാനെ. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ പ്രസംഗിക്കാനും പ്രഭാഷണം നടത്തേണ്ട സമയമല്ലെന്ന് മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുന്നു. നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ഇനി അവസരം കിട്ടുമ്പോൾ നമുക്ക് വിശാലമായി പിന്നീട് സംസാരിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുആയിൽ മിസ്കീനായ എന്നെ ഉൾപ്പെടുത്തണമെന്നും നമ്മുടെ എല്ലാ ദുആയിലും അക്കാദമി പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് വരുന്നവരും അവിടെ ജുമുഅക്ക് വരുന്നവരും അവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ വരുന്നവർക്കൊക്കെ അറിയാം, ഈ നാട്ടിലും പരിസരത്തൊക്കെ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും മുതഅല്ലിമീങ്ങളായ നമ്മൾ ദ്വാരക്കുന്നു. അത് നമ്മുടെ കടപ്പാടാണ്, നമ്മുടെ ഉസ്താദിന്റെ നിർദ്ദേശമാണ്. എപ്പോൾ ദ്വാരക്കുകയാണെങ്കിലും ഇൽമിന്റെ വഴിയിൽ ഞങ്ങളെ സഹായിച്ചവരെ ഒരിക്കലും നിങ്ങൾ ദുആയിൽ മറക്കരുത്. ചില സമയത്ത് ഉസ്താദ് അക്കാദമി പള്ളിയിൽ ജമാഅത്തിന് ഉണ്ടാവുമ്പോൾ 1-2 പ്രാവശ്യം അനുഭവം ഉണ്ടായി. ആ ദുആയിൽ
അല്ലാഹുവേ നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് ഭക്ഷണം തന്നവർക്ക് ഇങ്ങനെങ്ങാനും ദ്വാരക്കുന്ന ഇമാമു ദ്വാരം മറന്നുപോയാൽ നിസ്കാരം കഴിഞ്ഞ ഉസ്താദ് ഉപദേശിക്കും, എപ്പോഴും ഇൽമിന്റെ വഴിയിൽ സഹായിച്ചവരെ മറക്കരുത്, അവർക്ക് സദാ ദുആർക്കണം. നമ്മുടെ എല്ലാ ദുആയിലും നിങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് തങ്ങളൊക്കെ